നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് കരകയറാൻ ഈ ഒരു ലളിത കർമ്മങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ കാലക്രമേണ മാറി മാറി സാമ്പത്തികമായ പുരോഗതി നമുക്ക് ഉണ്ടായി വരും. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്തു പോരുന്നു. ഇത് ചെയ്തു പോന്നാൽ നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉറപ്പായി മാറിക്കിട്ടും. അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ 8 ചൊവ്വാഴ്ചകളിൽ നമ്മൾ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുക. തൊഴുതോടൊപ്പം നല്ലൊരു നാളികേരവും അല്പം നല്ല കുങ്കുമവും പിന്നെ കുറച്ച് പൂവും ഒരു പാത്രത്തിലാക്കിയിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയോട് പറയണം, ഇതൊന്ന് പൂജിച്ച് തരണം. അപ്പോൾ പൂജാരി അത് പൂജിച്ചു തരും. ആ പൂജിച്ച് കിട്ടിയ തേങ്ങയിലും കുങ്കുമം കിട്ടുമല്ലോ, അത് തേങ്ങ നമ്മൾ കൈവച്ചിട്ട് അതിൽ സ്വസ്തി ചിഹ്നം വരയ്ക്കണം. സ്വസ്തി ചിഹ്നം വരച്ച് ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലീസ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കയ്യിൽ പിടിച്ച് വായിക്കുക. ഭക്തിയോടെ വായിക്കണം, ആത്മവിശ്വാസത്തോടെ വായിക്കണം, പൂർണ്ണമായും വിശ്വാസം ഉണ്ടാകണം. ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളും നിത്യവും ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോഴും രാത്രി വാങ്ങാൻ പോകുമ്പോഴും നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് മനസ്സിൽ ചിത്രീകരിക്കണം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ ബാങ്കിൻ്റെ ലോണുകൾ, വാഹനത്തിൻ്റെ ലോണിൻ്റെ, പിന്നെ നമുക്ക് പല വിധത്തിലുള്ള സ്വർണം ലോൺ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും. ആ പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുന്നതായിട്ട്, അതായത് ആ ലോണുകളെല്ലാം നിങ്ങൾ കൊടുക്കുന്നതായിട്ട് മനസ്സിൽ ചിത്രീകരിക്കണം. അങ്ങനെ അതുപോലെ നിങ്ങൾക്ക് സമ്പത്ത് കയ്യിലേക്ക് വരുന്നതായിട്ടും മനസ്സിൽ ചിത്രീകരിക്കണം. ഇങ്ങനെ ചിത്രീകരിച്ച് നിങ്ങൾ രാത്രിയിൽ 2-5 മിനിറ്റ് ഇങ്ങനെ ചിത്രീകരിക്കുക. മനസ്സിൽ ചിന്തിക്കുക. വേറൊരു ചിന്തയും മനസ്സിൽ പാടില്ല. ഇങ്ങനെ ചിത്രീകരിച്ച് നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങുക. അതുപോലെ രാവിലെ എണീച്ചിട്ട് മുഖം കൈയും കാലും കഴുകി ദീർഘശ്വാസം എടുക്കുക 2-3 പ്രാവശ്യം. അതുപോലെ ഈ പറയുന്ന കാര്യം, ഈ നേരത്തെ പറഞ്ഞ കാര്യം പോലെ എല്ലാം വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറുന്നു, നമ്മൾ കൊടുക്കാനുള്ള പണം കൊടുക്കുന്നതായിട്ട് ആരാണോ അത് മനസ്സിൽ ചിത്രീകരിച്ച് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ ചിത്രീകരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കയ്യിലേക്ക് പണം വരുന്നതായിട്ട് മനസ്സിൽ ചിത്രീകരിക്കണം. ഇങ്ങനെ ഒരു അല്പസമയം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത ശേഷം രാവിലെ അല്പം ജലം കുടിക്കുക. ഈ ജലം കുടിക്കുന്നതോടൊപ്പം നമുക്ക് എനർജറ്റിക്, നമ്മൾ ഉത്സാഹവും എല്ലാം നമ്മൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന ചൊവ്വാഴ്ച നിങ്ങൾ പോയി ഈ വഴിപാട് ചെയ്യണം. അങ്ങനെ ചെയ്തു പോന്നാൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേഗം ലഭിക്കും. അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് മാറിക്കിട്ടും. ഇത് ചെയ്തു പോരുന്ന കാര്യമാണ്. ഇത് സയൻറ്റിഫിക്കായ ഒരു കാര്യമുണ്ട്. അതാണ് ഈ പറഞ്ഞത്. പിന്നെ വിഷ്വലൈസേഷൻ, മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തിക പ്രയാസം ക്രമേണ മാറിക്കിട്ടും. അതുപോലെ ഈ ഭക്തിയോടുകൂടി ഈ കർമ്മവും കൂടി ചെയ്യുക. അങ്ങനെ ഈ തേങ്ങയിൽ സ്വസ്തി ചിഹ്നം വരച്ച് നമ്മൾ ആ തേങ്ങ കയ്യിൽ പിടിച്ച് ഹനുമാൻ സ്വാമിയുടെ തിരുനടയിൽ മുമ്പിൽ നിന്ന് ഹനുമാൻ ചാലിസ ജപിക്കുക. അത് അറിയാവുന്നവർ ജപിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് ഉണ്ടാവും, ആ ബുക്ക് എടുത്ത് ജപിക്കുക, അല്ലെങ്കിൽ ശ്രീരാമജയം എന്ന മന്ത്രം മാത്രം ജപിച്ചാലും മതി. ഇങ്ങനെ സമർപ്പിച്ച് 8 ചൊവ്വാഴ്ചകളിൽ രാവിലെ സമർപ്പിക്കാൻ നോക്കുക. രാവിലെയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ സമർപ്പിച്ച് ഭക്തിപൂർവ്വം ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങൾ മാറുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.